നമസ്കാരം. ടോഷ്മാസ് കിച്ചണിൽ ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു കാരമൽ കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. കാരമൽ കസ്റ്റേർഡ് നമുക്കറിയാം, അതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാരമൽ കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കാരമൽ കസ്റ്റേർഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര വേണം. ഇത് 1 കപ്പ് പഞ്ചസാരയാണ്. അതുപോലെ 1/2 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 4 മുട്ട വേണം. അതുപോലെ 2 ടിൻ കണ്ടൻസ് മിൽക്ക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആകെ കാരമൽ കസ്റ്റേർഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. അതായത് ആകെ 4 ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇത് 1 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ഉരുകി ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. അന്നേരത്തേക്ക് നമുക്ക് ഈ കാരമൽ കസ്റ്റേർഡ് തയ്യാറാക്കാനുള്ള ഈ കസ്റ്റേർഡ് കൂട്ട് റെഡിയാക്കാം. ഇതിനായിട്ട് 4 മുട്ട ഉണ്ട്. നമുക്ക് 4 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാം. ഇത് നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 400 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്നാണ്. 2 ടിൻ കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 മുട്ട ചേർത്തു. അതുപോലെ 2 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർത്തു. നമുക്ക് നന്നായിട്ടൊന്ന് അടിക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇത് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഇത് കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ഉരുകി കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഇത് മുഴുവനൊന്ന് ഉരുകി ഈ കാരമലൈസ്ഡ് കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കണ്ടോ, കളറൊക്കെ ആയി, പഞ്ചസാര മുഴുവൻ അലുത്തു. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നീങ്ങി നിന്ന് സൂക്ഷിച്ച് ചേർക്കണം. നല്ല മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണിത്. ശരിക്കും ഷുഗറിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ്, നല്ല ചൂടാണ്. അപ്പം സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അലുത്ത് കിട്ടും. ഇത് എല്ലാം നന്നായിട്ട് അലുത്തിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇത് നമ്മൾ കാരമൽ കസ്റ്റേർഡ് തയ്യാറാക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ കാരമലൈസ്ഡ് ഷുഗർ ചേർത്തേക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇതോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഈ സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അരമണിക്കൂർ. ഇത് നമ്മൾ ആവിയിൽ വെച്ച് അരമണിക്കൂർ വേവിച്ചു. അത് കഴിഞ്ഞ് ചൂട് പോയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഇത് നമുക്കിനി നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കുമ്പം ഇതിനി കമിഴ്ത്തി കട്ട് ചെയ്ത് പീസസ് ആയിട്ട് ഓരോ സ്ലൈസ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം.